ഞാനെത്തി മാലോകരെ, നിങ്ങളുടെ മാവേലി. ഓണം വൈബ് ഒന്ന് നോക്കാം നമുക്ക്. ഓണം വന്നേ പൊന്നോണം വന്നേ പൂവേ പൊലി. എസ് എസ് സമിതി അഭയകേന്ദ്രം കൊള്ളാലോ. ഇവിടെ ആകാം ഇന്നത്തെ ഓണം. പൊന്നോണം വന്നേ പൂവേ പൊലി. എസ് എസ് സമിതിയിൽ ഓണം തുടങ്ങിയോ എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് എസ് എസ് സമിതി എന്ന് കേട്ടിരിക്കുന്നു. നമുക്ക് അകത്തൊന്ന് കയറാം. ഇതാണ് നമ്മുടെ എസ് എസ് സമിതി അഭയകേന്ദ്രം. ഈ വട്ടത്തെ ഓണം ഇവിടെ കൂടാം. അനാഥരായ 400-ലധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇദ്ദേഹമാണ് ഈ സമിതിയുടെ നാഥൻ, ശ്രീ ഫ്രാൻസിസ് സേവിയർ. അങ്ങ് ഭരിച്ചിരുന്ന നാടല്ലോ ഇപ്പോഴിത്. തെരുവിലൂടെ ഭാണ്ഡകെട്ടുകളും കയറി ഒരുപാട് പേര് അലയുന്നു. അങ്ങനെയുള്ള 400-ലധികം ആൾക്കാരെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ ഓണവും ക്രിസ്തുമസും പെരുന്നാളും അങ്ങനെ എല്ലാ ചടങ്ങുകളും ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ആഹാരവും മരുന്നും നൽകുന്നതിന് വേണ്ടിയും കൂട്ടിരിക്കാൻ സഹായികളില്ലാത്ത രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടിയും 1994 ആഗസ്റ്റ് 15 രൂപം നൽകിയ സംഘടനയാണ് സാർവത്രിക സാഹോദര്യ സമിതി. സാർവത്രിക സാഹോദര്യ സമിതിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്ന് 1996 ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്താണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. സൗജന്യ ഭക്ഷണ പദ്ധതി നടത്തി വരുന്നതിനിടയിൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ചിലർക്കെങ്കിലും തിരികെ പോകാൻ വീടോ മറ്റ് ആശ്രയ കേന്ദ്രങ്ങളോ ഇല്ല എന്ന കരളലിയിക്കുന്ന യാഥാർത്ഥ്യം എസ് എസ് സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന് ബോധ്യമായി. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടും തിരികെ പോകാൻ വീടില്ലാത്തവരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1998 ആഗസ്റ്റ് 15 എസ് എസ് സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിൽ എസ് എസ് സമിതി അഭയകേന്ദ്രം ആരംഭിച്ചത്. 7 പേരെ സംരക്ഷിച്ചുകൊണ്ട് ആരംഭിച്ച എസ് എസ് സമിതി അഭയകേന്ദ്രത്തിൽ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത് 400-ലധികം ആളുകളാണ്. ഈ ഓണം ആഘോഷമാക്കാൻ നിങ്ങളെ എല്ലാവരെയും എസ് എസ് സമിതിയിലേക്ക് ക്ഷണിക്കുന്നു.